ആദാബ്. ഉറുദു ഡിപ്ലോമ കോഴ്സിന്റെ 3ാമത്തെ ക്ലാസ്സിലേക്ക് നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇവിടെ നമുക്ക് ആദ്യമായിട്ട് ജീം ഗ്രൂപ്പിൽപ്പെട്ട അക്ഷരങ്ങളെ നോക്കാം. ജീം അഥവാ ജ എന്നാണ് അതിന്റെ പ്രൊനൗൺസിയേഷൻ, ഉച്ചാരണം വരുന്നത്. ആ ഗ്രൂപ്പിൽപ്പെട്ട അക്ഷരങ്ങളാണ് ജ, ച, ഹ, ഖ. ഇതിന്റെ ഉച്ചാരണം വരുന്നത്, എഴുതുന്ന രീതി വരുന്നത് ഈ രൂപത്തിലാണ്: ജ, ച, ഹ, ഖ. ഇവിടെ ഇംഗ്ലീഷിൽ കൊടുത്തിട്ടുണ്ട് അതിന്റെ കാര്യങ്ങൾ, അതിന്റെ പേര്. അതിന് ഉച്ചാരണം വരുന്നത് ജ, ച, ഹ, ഖ ഇങ്ങനെയാണ്. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇത് എഴുതുന്നത് എന്നുള്ളത്. ഈ അക്ഷരമാണ് നമ്മുടെ ജ എന്നുള്ളത്. ഈ ജ എന്നുള്ള അക്ഷരം അത് എവിടെ എഴുതി കാണിച്ചിട്ടുണ്ട്, ആരോ മാർക്കിട്ടിട്ട് എങ്ങനെയാണ് എഴുതുന്നത് എന്നുള്ളത്. ആദ്യമായിട്ട് നമ്മൾ ഒന്ന് നോക്കാം എങ്ങനെ എഴുതുന്നത് എന്നുള്ളത്. മുകളിൽ നിന്ന് തുടങ്ങുന്നു, എന്നിട്ട് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ. ഇതാണ് ഒരു പുള്ളിയിട്ടാൽ ജ എന്നായി മാറി. ഹ ഒരു പുള്ളി മുകളിലിട്ട ഹ എന്നായി മാറി. ഇതാണ് അതിന്റെ രീതി. നമുക്ക് നോക്കാം. ഇവിടെ അത് എഴുതി കാണിച്ചിട്ടുണ്ട് ജ എന്നുള്ളത്. ജ എന്നുള്ളത് ജ. അടുത്ത അക്ഷരം ച. ഹ എന്നാകുമ്പോ നുക്തയൊന്നും വേണ്ട. അടുത്ത അക്ഷരം ഹ എന്നുള്ളതാകുമ്പോ ഒരു നുക്ത മുകളിലിടുന്നു. ഇതാണ് ഇതിന്റെ രീതി. ഇനി നമുക്ക് ഇന്നലെ പഠിച്ച കുറച്ച് അക്ഷരങ്ങളാണ് ഇവിടെ താഴെ കൊടുത്തിരിക്കുന്നത്. ദർദ്, ദർദ്, സർദ്, ഉർദു ഇങ്ങനെയുള്ള പദങ്ങൾ. ഇനി നമുക്ക് നോക്കാം. ഇവിടെ കൊടുത്തിട്ടുണ്ട് ച ഉപയോഗിച്ചിട്ട് എഴുതിയിട്ടുള്ള കുറച്ച് വാക്കുകൾ. ഇതാണ് ഇവിടെ ച എന്നുള്ളത്. ചാർ എന്നാണ് ഇവിടെ ഈ എഴുതിയിട്ടുള്ളത്, ചാർ എന്ന്. അപ്പൊ ഇവിടെ എന്താണ് വന്നത്? ഇവിടെ വരുന്നത് ച പ്ലസ് അലിഫ് ചേർന്നതാണ് ച എന്നുള്ളത് കാണാം. നമ്മള് ഈ ചീമിന്റെ നമ്മൾ എന്ത് ചെയ്യുന്നു? മുഴുവൻ എടുക്കുന്നില്ല, പകരം ആദ്യ ഭാഗം ഇത്ര വരെ എടുക്കുന്നുള്ളൂ. ചീം ഇവിടുന്ന് തുടങ്ങി ഇത്ര മാത്രം എടുത്തു. അതിനുശേഷം അലിഫ് ചേർത്ത് കൊടുക്കുന്നു. അപ്പൊ ഹ എന്നായി മാറി. 3 നുക്തയിട്ട് കൊടുത്ത ച എന്നായി മാറി. ഇനി ഇവിടെ നോക്കാം, ചാർ. ഈ രൂപത്തിലാണ് അത് എഴുതുന്നത്. അപ്പൊ ഇവിടെ ചാർ. ഇനി നോക്കാം, ച എന്നുള്ളതിന് അത് കഴിഞ്ഞ് ച എന്നുള്ളതിന് അലിഫ് നേരെ ചേർത്ത് കൊടുക്കാനുള്ളത്. ഹയിലായാലും ഹാലായാലും ഒക്കെ അതുപോലെ തന്നെയാണ്. ഇനി നമുക്ക് ഇതിന്റെ കൂടെ റ എന്നാണ് ചേർക്കാനുള്ളത് എങ്കിൽ എങ്ങനെ ഉണ്ടാക്കും? റ മുഴുവനായിട്ട് ചേർക്കണം. ഇതിങ്ങനെ വന്നു, ഇവിടെ നിന്നു, ഒപ്പം റ എന്തായി? ഹർ എന്നായി മാറി. ഹർ എന്നായി മാറി. അടുത്ത അക്ഷരം ച എന്നാണെന്നെങ്കിൽ ചേർത്ത് കൊടുക്കുമ്പോൾ ഹർച്ച് എന്നായി മാറി. നോക്കാം. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാല്, നമ്മള് തൊട്ട് ശേഷം അക്ഷരം വരുന്നുണ്ടെങ്കിൽ ഈ ആദ്യം വരുന്നത് കുറച്ച് മുകളിലേക്ക് എടുക്കും. നോക്കാം, ഇതുപോലെ ഇത് കുറച്ച് മുകളിലേക്ക് നമ്മൾ എടുത്തുകൊണ്ട് എഴുതി. എന്നിട്ട് ഇവിടെ നമ്മൾ നമ്മുടെ ഈ അക്ഷരം ഉണ്ടല്ലോ റ, അതുപോലെ മുഴുവനാക്കുന്നത്. അപ്പൊ ഇവിടെ എന്തായി? ഹർ എന്നായി മാറി. ഹർച്ച് കുറച്ച് മുകളിലേക്ക് എടുത്തുകൊണ്ട് എഴുതുന്നുണ്ട്. നോക്കാം, ഇവിടെ ചർച്ച്, ചർച്ച്. അതുപോലെ തന്നെ അടുത്ത് വേറൊരു അക്ഷരം എഴുതി കാണിച്ചതാണ് ഹുദ എന്നുള്ളത്. അതെങ്ങനെ എഴുതി? ഹ ഇത്ര എടുത്തു. അതിനുശേഷം പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മളുടെ ദാല് ചേർത്ത് കൊടുക്കുന്നു. ദാല് മുഴുവനായിട്ട് എടുക്കൂല, ആദ്യ ഭാഗം കുറച്ച് ഭാഗം മാത്രം. ഹുദ എന്നായി മാറി. ഹുദ എന്നായി മാറി. ഹുദ. വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? പേശിട്ട് കൊടുക്കാം, ഹുദ എന്നുള്ളത്. ഇനി നോക്കാം,
ഞാൻ നേരത്തെ പറഞ്ഞു ഖർ എന്നാകുമ്പോൾ ഈ രൂപത്തിലാണ് എഴുതുന്നത്. അതേ സമയത്ത് ഇവിടെ ദാല് വരുമ്പോൾ ഇങ്ങനെയാണ് എഴുതുന്നത്. വ്യത്യാസം മനസ്സിലായി ഉണ്ടാകും എന്ന് വിചാരിക്കുന്നു. അടുത്ത് നോക്കാം, കുറച്ച് വാക്കുകൾ വായിക്കാം. നോക്കാം. ദർ, ദറാസ്, സർദ്, വാഡ്, ദർദ്, സറ, റിദ. ഇനി നോക്കാം. ആജി എന്ന് വന്നപ്പോ ജ രണ്ടാമപ്പോ മുഴുവനായിട്ട് എഴുതി. ആഹിർ ഇവിടെ മധ്യത്തിലാണ് വന്നിരിക്കുന്നത്, അപ്പൊ ഇത്ര എഴുതി റാ ചേർത്ത് കൊടുത്തു. ജുദാ, വാഹിദ്, ഖർച്ച്, ഇങ്ങനെയുള്ള അക്ഷരങ്ങൾ നോക്കാം. ഇനി നമുക്ക് ഇവിടെ തന്നിരിക്കുന്നു ജ പ്ലസ് അലിഫ്, അതാണ് നമ്മുടെ ജ എന്ന് വരുന്നത്. അപ്പൊ ഇന്നത്തെ കുറച്ച് വാക്കുകളാണ്. ജാ, ജാഡ, ജാർ, ജാർജ്, രാജ, ചാർ, ചാദർ, ഹാർ, ഈ രൂപത്തിൽ. ഇനി താഴെ കുറച്ച് കൊടുത്തിട്ടുണ്ട്. ജോ, ജോഡ, ചോർ, ചൗഡ, ചൂറ. ഇന്നലെ കാണിച്ച് പറഞ്ഞു തന്നിട്ടുള്ള ഈ സിംബലുകൾ. ചൂറ ഇതാകുമ്പോ ചൗഡ. ഇവിടെ ഇത് ഹൂർ, രാജു, ആജ്, അച്ചാർ. ഈ രൂപത്തിൽ നമുക്കതിനെ മനസ്സിലാക്കാം. നോക്കാം. ഇവിടെ റൂഹ്, ദൂജ്, റുഹ്. റുഹ് ഇവിടെ പേഷ് വന്നു. റിവാജ്, കസ്റ്റം എന്നുള്ളതിന് റിവാജ്, ഇവിടെ സീറോ വന്നു. ഇനി നോക്കാം. ഇനി ഇവിടെ നമുക്ക് കുറച്ച് അക്ഷരങ്ങൾ എങ്ങനെയൊക്കെയാണ് ഈ ദാല് എങ്ങനെയാണ് രണ്ടാമതായി വന്ന് എഴുതാന്നുള്ളത് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ദാൽ എന്നുള്ള ഇവിടെ വന്നു. ഹ എന്നുള്ളത് നേരത്തെ പറഞ്ഞു. ഹ, ജ, ച, ഹ. ഇതൊക്കെ ഇങ്ങനെയാണ് എഴുതുന്നത്. ആദ്യപാദം ഇത്രയാണ് വരുന്നത്. നുക്ത കൂടും എന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ ഹ എന്നാകുമ്പോൾ ഹാന്റെ പകുതി എടുത്തു, എന്നിട്ട് ദാല് ചേർത്ത് കൊടുത്തു. ഹദ് എന്നായി മാറി. ഖുദാ എന്നുള്ളത് ഇതുപോലെ തന്നെ എന്താ, ഖുദാ. ഇനി ജുദാ, വാഹിദ്. ഈ രൂപത്തിലാണ് അതിനെ നമ്മൾ എഴുതുന്നത്. ഇനി നോക്കാം. ജഡ്, ഖർ, ഖർച്ച്, ആഖിർ. ഈ രൂപത്തിൽ എഴുതുന്നു. ഇനി അടുത്ത് നോക്കാം. ജ വന്നു. ഇതിന്റെ ഈ ഒരു വേരിയൻസ് ഇവിടെ നമ്മൾ കാണിക്കുകയാണ്. ജ, ച, ച, ച എന്നുള്ളതിന്റെ പകുതി എടുത്തു. രണ്ടാമത്തെ ച ഈ രൂപത്തിൽ അലിഫ് കൂടി കൂട്ടി എഴുതി ചച്ച എന്നായി മാറി. ഇവിടെ ഹജ്ജ്, ജഡ്ജ്. അതുപോലെ ഇവിടെ താഴെ നോക്കാം. ജോ, ജോ, ഹൂ, ദോസഖ്, ഖർച്ച്, ഖർച്ച്, ചർച്ച്, ചർഹ. ഈ രൂപത്തിൽ ഇവിടെ നമ്മളത് നേരത്തെ പറഞ്ഞതാണ്. ജാ, ജോർജ്, ജാഡ, രാജ. ഇനി നമുക്ക് ഈ പദങ്ങളുടെ അർത്ഥം കൂടി ഇതിന്റെ നേരെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈ പദങ്ങളൊക്കെ മിക്കവാറും വായിച്ചു കഴിഞ്ഞതാണ്. അതുകൊണ്ട് ഞാൻ അടുത്തതിലേക്ക് പോവുകയാണ്. അടുത്ത ഗ്രൂപ്പാണ് സീൻ ഗ്രൂപ്പ്, അഥവാ സ എന്നുള്ള സ, ഷ ഉൾപ്പെടുന്ന ഈ രണ്ടക്ഷരങ്ങൾ. ഈ രണ്ടക്ഷരങ്ങൾ അതിനെ ഇതാണ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇതിനെ പൂർണ്ണ രൂപത്തിൽ വരുമ്പോ, അതായത് അവസാനത്തിൽ വരുമ്പോ ഈ രൂപത്തിലാണ് എഴുതുന്നത്. സ, ഷ. ഇനി ഇതിന്റെ ഉച്ചാരണം വരുന്ന ഇവിടെ കാണിച്ചിട്ടുണ്ട്. അതേസമയം നമ്മൾ കൂട്ടി എഴുതുമ്പോ ആദ്യ ഭാഗത്തൊക്കെ വരുമ്പോ അല്ലെങ്കിൽ മധ്യഭാഗത്ത് വരുമ്പോ ഈ രൂപത്തിലാണ് എഴുതുന്നത്. സ എന്നുള്ളത് ഇങ്ങനെയും ഷ എന്നുള്ളത് ഇങ്ങനെയും. വ്യത്യാസം ഇവിടെ നോക്കാനുള്ളത്, ഇവിടെ രണ്ട് ശോഷയേ ഉണ്ടാവുള്ളൂ. മൂന്നാമത്തെ ശോഷം ഇവിടെ വലുതാണ്. പക്ഷെ കൂട്ടി എഴുതുന്ന സമയത്ത് എന്തുണ്ടാവും? ഇവിടെ 1, 2, 3 ഇങ്ങനെ 3 ശോഷ നമുക്ക് ഉണ്ടാവുന്നതാണ്. ഇവിടെ മൂന്നാമത്തെ ചെറുതായി എന്ന് മാത്രം. ഇനി നോക്കാം. ഇവിടെ ആസ്, ഉസ്, ദസ്, ദാസ്, റൂസ്. ഇതിലൊക്കെ നമുക്ക് എന്താണ്? സ അവസാനമാണ് വന്നിരിക്കുന്നത്. ഓസ്, റാസ്, റവിഷ്, ജോഷ്. ഇവിടെയും അങ്ങനെ തന്നെയാണ്. പക്ഷെ ഇവിടെ വന്നപ്പോൾ നമുക്ക് എന്ത് ചെയ്തു? ജാസൂസ് എന്ന് എഴുതാൻ സീന് കൂടെ വാവോടും ചേർത്തു. ജാസൂസ്. നോക്കാം. സാസ്, സർദ്, സാരസ്, സാര, ഷാദ്.
ഇവിടെ ചെയ്തത് സീന്റെ ആദ്യ ഭാഗം എടുത്തു, 3 ശോഷം എടുത്തു, എന്നിട്ട് അലിഫ് ചേർത്ത് കൊടുത്തു. അങ്ങനെയാണ് എഴുതിയിട്ടുള്ളത്. ഇനി നമുക്ക് നോക്കാം, ഒന്നുകൂടി ശ്രദ്ധിച്ചു നോക്കിയാൽ കുറച്ചുകൂടി പദങ്ങൾ കാണാം. ഏതൊക്കെയാണ് നോക്കാം. സദാ, സദാ, സദാസമയത്ത് പറയുന്നതിനാണ് സദാ. ആസ്റ, സസ, ഷറർ. ഇവിടെയൊക്കെ നമുക്ക് ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാകും എന്താണ് ഇവിടെ സംഭവത്തിന് 3 ശോഷകളുണ്ട്, 3 ചെറിയ ഇങ്ങനെയുള്ളതുണ്ട്. സസ, ഷറർ. നോക്കാം. ഖറാഷ്, സൂരജ്. ഇവിടെ 3 ശ്രദ്ധിച്ചു നോക്കിയാൽ കാണും. സച്ച്, ഷൂഹ്, ഷോഹ്. നോക്കാം. ഷീന് അഥവാ ഷ എന്ന അക്ഷരം വരുന്നത് സ. ഇനി ഇതിനെന്ത് ചെയ്യാം, ഈ ഷ എന്നുള്ളതിന് ഇങ്ങനെ നമുക്ക് എഴുതാൻ പറ്റും. ഒന്ന് വരച്ച് എഴുതണം എന്ന് മാത്രം 3 നുക്ത ഇവിടെ കൊടുത്തിട്ട്. ഷീൻ രണ്ടും ഒരേ സംഭവം തന്നെയാണ്. ഇവിടെ സീനെ ഇതുപോലെ എഴുതാം. നോക്കാം, ഇവിടെ എഴുതി 2 രൂപത്തിന് വഴി കാണിച്ചിട്ടുണ്ട്. ഹറാഷ്, അതേ ഹറാഷ് തന്നെയാണ് ഇങ്ങനെയും. നമുക്ക് എഴുത്തിൽ നമുക്ക് സ്പീഡ് കിട്ടാൻ ഈ ഷായാണ് നമ്മൾ അധികവും എഴുതാറുള്ളത്. അതുപോലെ തന്നെ ഇവിടെ സ ഉപയോഗിച്ചിട്ട് സസ എന്നുള്ള 2 രൂപത്തിലും എഴുതിയിട്ടുണ്ട്. ഇനി ഇവിടെ നോക്കാം കുറച്ച് പദങ്ങൾ. സുസർ, ഷഷ്ദർ, സർഹദ്, വർസിഷ്, ദർസ്, ഹിസ്, ഹസദ്, ഷോർ. ഇനി നോക്കാം നമുക്ക് ഇത് എങ്ങനെയാണ് ഞാൻ എഴുതുന്നത് എന്നുള്ളത്. ഇതാണ് നമ്മുടെ സ എന്നുള്ള അക്ഷരം. സ എന്നുള്ള അക്ഷരം നമുക്ക് എഴുതുന്നത് എങ്ങനെ നോക്കാം. 1, 2, മൂന്നാമത്തേത് നമ്മൾ വലുതാക്കി എഴുതുന്നു. അതാണ് നമ്മുടെ സ എന്നുള്ളത്. നോക്കാം. സ 1, 2, മൂന്നാമത്തെ വലുതാക്കി എഴുതുന്നു. അതേ സമയത്ത് ഇതിനെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നത്, വലിച്ചു നീട്ടി എഴുതാൻ പറ്റും. ഇങ്ങനെ എടുത്തു. ഇത് സ എന്ന് തന്നെയാണ്. ഇനി അതുപോലെ നമുക്ക് എഴുതുന്ന ഒന്നാണ്. നോക്കാം. സ്വാദ്, സ്വാദ് നമ്മൾ പറയുന്ന ഈ അക്ഷരം അതിനെങ്ങനെ എഴുതാം. ഇത് എഴുതുമ്പോൾ ശ്രദ്ധിക്കണേ. ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ നമുക്കെന്നാല് തെറ്റൂല. കുറച്ച് ബാക്കി ഇവിടെ കിടന്നോട്ടെ, കുഴപ്പമൊന്നുമില്ല നമുക്ക് വരാൻ. അതുകൊണ്ടാണ് സ്വ എന്നുള്ളത്. അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, സ എന്നുള്ള അക്ഷരം ഇതേ സംഭവം തന്നെയാണ്, ഒരു നുക്ത ഇട്ട് കൊടുക്കുന്നത് മാത്രം. സ എന്നുള്ളത് നോക്കാം. അടുത്തതാണ് ഇത്. അടുത്തത് ഈ ഒരു വാക്ക് വായിച്ചു നോക്കാം. എന്താണ് വരുന്നത്? ജാസൂസ്, ജാസൂസ് എന്നുള്ളതാണ് ഈ പദം. നോക്കാം അതുപോലെ നമ്മുടെ സ്വാദ് എങ്ങനെയാണ് എഴുതുന്നത് എന്നുള്ളത്. സ്വാദ് കൂട്ടി എഴുതുമ്പോൾ എങ്ങനെ വരുന്നു എന്നുള്ളത് നോക്കാം. ഇങ്ങനെയുള്ള ഇതെടുത്തു. ഇതിവിടെ തന്നെയുണ്ട്. ഇത് ചെറുതായി എന്ന് മാത്രം. അതിനുശേഷം നമ്മൾ നമ്മുടെ ദാല് സദാ. ഇനി വേറെ അക്ഷരമുണ്ട് നമ്മൾ എപ്പോഴും പറയുന്നതാണ്, സദാ. എങ്ങനെ എഴുതുന്നത്? ഇത് 3 ഇട്ടു. അതിനുശേഷം നമ്മൾ ദാല് സദാ. ഇതാണ് സദാ സമയത്ത്. ഇതാവുമ്പോ സദാ എന്ന് പറഞ്ഞാൽ ആവാസ് എന്നാണ് അർത്ഥം. സൗണ്ട് എന്നുള്ളതാണ് ഇതിന്റെ അർത്ഥം വരുന്നത്. ഇനി നമുക്ക് നോക്കാം കുറച്ച് വാക്കുകൾ ഇവിടെ. ഓസ്, ജോഷ്, ജാസൂസ്, സാരസ്, സൂരജ്, ഷൗഖ്, ഹാസിർ, ജരൂർ, ഷാബാഷ്, ഖാസ്, ഇസ്റാർ, സസ, ഷഷ്ദർ, സച്ച്, വർസിഷ്. ഇങ്ങനെയുള്ള ഈ പദങ്ങൾ ഇവിടെ തന്നിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാം. ഇവിടെ തന്നിട്ടുണ്ട് കുറച്ച് ബോക്സുകൾ, ബ്രാക്കറ്റുകൾ തന്നിട്ടുണ്ട്. ഇത് നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ഇവിടെ ഇതിന് മീനിങ് ഫുൾ ആയിട്ടുള്ള സെന്റൻസ് അക്ഷരങ്ങൾ എടുത്തുകൊണ്ട് ഇവിടെ എഴുതാം. ഇവിടെ എന്താണ്? സാ എന്ന് തന്നിട്ടുണ്ട്. സാസ് എന്ന് എഴുതിയാൽ ഇത് മുഴുവനായി. അവിടെ തന്നെ ഇവിടെ എന്താണ്? ഹാസിർ, ഹാസിർ. സ്വാദ് സ്വാദ് ഈ സ ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ ഹാസിർ എന്നായി മാറി. ഇവിടെയോ? ഇവിടെയോ?
ഇവിടെ നമുക്ക് ഷർ ഷർ എന്നാണുള്ളത്. അപ്പൊ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം, ഷറം എന്ന് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു അക്ഷരം കൂട്ടിച്ചേർത്ത് കൊടുത്താൽ അത് എന്ത് ചെയ്തു, മാറിക്കഴിഞ്ഞു, അതായി കഴിഞ്ഞു. ഇനി അതുപോലെ നമുക്ക് പല പദങ്ങളും നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇവിടെ അസ്റാർ, ഖറാഷ്, സൂരജ്, നമുക്കിവിടെ ജാ ചേർത്ത് കൊടുത്താൽ സൂരജ് എന്നായി മാറി, അക്ഷരം മീനിങ് ഫുൾ ആയിട്ടുള്ള സംഭവമായി മാറി. ഇവിടെ ജോഷ്, സിദ് നമുക്ക് പറ്റും, ആസ്റ. അപ്പൊ ഇങ്ങനെയുള്ള നമുക്ക് ഇഷ്ടപ്പെട്ട വാക്കുകൾ ഉപയോഗിച്ചിട്ട്, നമുക്ക് അക്ഷരങ്ങൾ ഉപയോഗിച്ചിട്ട് നമുക്ക് പുതിയ പദങ്ങൾ അതിലൂടെ നമുക്ക് ഉണ്ടാക്കാൻ കഴിയും. അതുപോലെയാണ് അതിനേക്ക് ഫില്ല് ചെയ്യേണ്ടത്. ഇതാണ് നിങ്ങളുടെ വർക്ക് ബുക്ക്. ഇനി ഇവിടെ നിങ്ങൾക്ക് തന്നിരിക്കുന്നു ഇതെങ്ങനെ കൂട്ടി എഴുതാം, എന്നുള്ളത്. അപ്പോ സസുർ എന്നുള്ളതാണ് ഇവിടെ. പക്ഷെ ഇവിടെ 2 സ 1 റ. അതെങ്ങനെ എഴുതാം നോക്കാം. എങ്ങനെ എഴുതും? ആദ്യം നമ്മള് ഒരു സീനുണ്ട്, ഒരു ശോഷം ഇട്ടു, 2 ശോഷം ഇട്ടു, 3ാമത്തെ ശോഷം എടുത്തു. ഇനി അടുത്തതാണ് സ. ഇങ്ങനെ നമുക്ക് എഴുതുമ്പോൾ ഒരു സുഖം തോന്നൂല കാണുമ്പോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, 1 ഇങ്ങനെ വലിച്ചു, 2, 3. ഇനി അതും വേണം നിർബന്ധമില്ല, 1, 2, 3 ഇട്ടു. എന്നിട്ട് ഇത് കുറച്ചും കൂടി വലിച്ചിട്ടു. അങ്ങനെയും എഴുതാവുന്നതാണ് സസുർ എന്നുള്ള ഈ രൂപത്തില്. അപ്പോ ഇങ്ങനെയൊക്കെ എഴുതാൻ പറ്റും. ഇനി രണ്ടാമത്തേതാണ് നമ്മളുടെ എന്ത് കാണിച്ചവിടെ, ഹിസ് എന്നുള്ളത്. ഹാവും സീനുണ്ട്. അപ്പൊ എങ്ങനെ എഴുതാം? ഹിസ് ശോഷയിട്ടുകൊണ്ടും എഴുതാം. അടുത്ത ഇതിവിടെ ഖറാഷ്, ഹുസൂർ. എന്താ ചെയ്ത്, ഈ ഹാ വിടച്ചു, അതിനുശേഷം നമ്മളുടെ സ എന്നുള്ള അക്ഷരം ഹുസൂർ. സദ്ർ, സരൂർ. ഈ രൂപത്തിൽ നമുക്ക് ഇതിനെ കംപ്ലീറ്റ് ചെയ്യാം. അടുത്തതാണ് ഇവിടെ കുറച്ച് അക്ഷരങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ വേറൊരു സംഭവം ചേർത്തിട്ടുണ്ട്. എന്താണിത് വായിക്കുക? മുകളിൽ കൊടുത്തിരിക്കുന്നത് ഷദ് എന്നാണ് നമ്മളതിനെ പറയുന്നത്. അപ്പൊ ഈ ഷദ് എന്ന് പറഞ്ഞാല് നമ്മൾ ഒരു കാര്യത്തിന് നമ്മൾ സ്ട്രെസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സംഭവമാണ്. ഒരു സ്ട്രെസ്സിങ് ഒന്നുകൂടി ബലപ്പെടുത്താൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ 2 ഈ അക്ഷരങ്ങൾ കൂടി ചേരുന്നതാണ്. അതിന് പകരമാണ് ഇവിടെ നമ്മൾ ഈ ഷദ് കൊടുക്കുന്നത്. ഇതിനെ വായിക്കുന്നത് അഡ. ഇത് മാത്രമാണെന്നുണ്ടെങ്കിൽ അട എന്നായി മാറും. അഡ. അതുപോലെ സച്ച, റസ. ഇവിടെ നമുക്ക് എന്തില്ല, ഞാൻ നേരത്തെ ഒരു ഹായിന്റെ കാര്യം പറഞ്ഞത്, ഇത് അതും സ്ട്രെസ്സിങ് ഉള്ളതാണ് എങ്കിലും അവിടെ ഒരു ഹായുടെ ഒരു സൗണ്ട് അവിടെ വന്നിരുന്നു. ഇവിടെ അതില്ല. ഇവിടെ വരുന്നത് അഡ, സച്ച, റസ. നോക്കാം വേറെ കുറച്ച് അക്ഷരങ്ങൾ. ജോഷ്, റവിഷ്, സാരസ്, ഹുസൂർ, ഹാസിർ, സരൂർ. ഇങ്ങനെയുള്ള പദങ്ങൾ ഇതിവിടെ താഴേക്ക് എടുത്ത് എഴുതുവാനാണ് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്ത് നോക്കാം. ഇവിടെ ഈ പദങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഇംഗ്ലീഷിൽ തന്നിട്ടുണ്ട്. ഈ ഇംഗ്ലീഷിൽ തന്നിരിക്കുന്ന ഈ പദങ്ങൾ വായിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, അതുപോലെ അതിനെ ഉറുദുവിലേക്ക് എഴുതണം. ഇവിടെ തന്നിരിക്കുന്നത് റവിഷ്. എങ്ങനെ എഴുതാം? റവിഷ്. അതുപോലെ വർസിഷ്, വർസിഷ്. ഇസ്റാർ. ഇങ്ങനെ എഴുതാം. ഇസ്റാറുണ്ട്. ഇത് ഇസ്റാർ. അതുപോലെ ഇവിടെ തന്നിട്ടുണ്ട് ഹുസൂർ. ദാസ് എന്ന് വായിക്കാം, ദസ് എന്നും വായിക്കാം. പിന്നെ ഇവിടെ എന്താണുള്ളത്? സച്ച. ഈ രൂപത്തിലൊക്കെയാണ്
ഇതിനെ നമ്മൾ എഴുതുന്നത്. ഇനി അടുത്തൊരു ഗ്രൂപ്പാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. അത് നമുക്ക് നാളെ നോക്കാം.